ഞാൻ അവരെ കുറ്റം പറയാൻ പോകൂല. എന്തിന്റെ പേരിൽ? ദുനിയാവിന്റെ അധികാരിയുടെ വേഷവിധാനങ്ങൾ, പരിഷ്കാരികളുടെ വേഷവിധാനങ്ങൾ ധരിക്കുന്നതിന്റെ പേരിൽ ഞാൻ അവരെ എതിർക്കാൻ പോകൂല. മിനൽ മുഹററാത്തി, അതിന്റെ അർത്ഥം പേരോട് തന്നെ സൗകര്യം പോലെ വെച്ചോ. വയർക്കബു അലാ നഫാഇസിൽ ഖൈലി വൽ ബിഗാൽ, മുന്തിയ തരം വാഹനപ്പുറത്ത് സഞ്ചരിക്കുന്നവർ. വയൻജിഹു സറാരിയ വൽ മുനഖിമാത്ത്, സറാരികളെ നിക്കാഹ് ചെയ്യും. അങ്ങനെ ശറഅ് അനുവദിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പരിഷ്കാരങ്ങൾ, വേഷത്തിലുള്ള പുതിയ മുന്തിയ തരം വസ്ത്രങ്ങൾ, അതൊക്കെ ധരിക്കുന്നതിന്റെ പേരിൽ ഔലിയാക്കളെ ഞാൻ കുറ്റം പറയൂല. ഈ കൂട്ടത്തിൽ ഞാൻ പറയാ, പേരോട് ശ്രദ്ധിക്കണം. തൈ ധരിച്ച ഷെയ്ഖ് തൈ ധരിക്കാൻ മറന്നു പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പൊന്മള കളിയാക്കുന്നുണ്ട്. എന്താണ് ഈ പറയണത്? ഷാറാനി ഇമാം റളിയല്ലാഹുവിന് രണ്ടു കൂട്ടരും സമ്മതനാണല്ലോ. അദ്ദേഹം പറയാണ്, ഫമൻ അൻകറഹു, ഇത്തരം ആധുനിക വേഷത്തിന്റെ പേരിലോ വാഹനം മെച്ചപ്പെട്ടതിന്റെ പേരിലോ ഒരു വലിയനെ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ, ഒരു പണ്ഡിതനെ ആരെങ്കിലും എതിർത്താൽ ഫഹുവ ജാഹിലുൻ മുഖ്തിഉൻ, പിഴവ് പറ്റിയ ജാഹിലാണ് അവര്. ഔ ഹാസിദുൻ മംഖൂത്ത്, കോപിക്കപ്പെട്ട അസൂയാലുവാണ്. ഫസാഹിബു തിൽക്കൽ മലാബിസി, ഇങ്ങനെ പരിഷ്കൃതമായ ആധുനിക വേഷം ധരിക്കുന്ന മഹാന്മാർ യതനഅമു ഫീ മാലി സയ്യിദിഹി ബിഇذനിഹി, അല്ലാഹു നൽകിയ സ്വത്തുകൊണ്ട്, യജമാനനായ അല്ലാഹു നൽകിയ മുതലിൽ അനുഗ്രഹം ആസ്വദിക്കുകയാണ്. വൽ ഹാസിദു ലഹു ശഖിയ്യുൻ മഹ്റൂം, അവരെ അസൂയ വെക്കുന്നവൻ പരാജയപ്പെട്ടു പോകുമെന്നല്ലാതെ. വീണ്ടും ഷാറാൻ ഇമാം പറയുന്നു, ഫഇന്ന ലില്ലാഹി തബാറക വതആല, നിശ്ചയം അല്ലാഹുവിനുണ്ട് അബീദൻ മുതവാദിഈൻ, വിനയാന്വിതരായ കുറെ അടിമകൾ. ദലീലീന, അവര് വളരെ താഴ്മ പുലർത്തുന്നവരാണ്. പക്ഷേ ഫീ സൂറത്തി അവനിയാ മുതകബ്ബിരീൻ, മുതകബ്ബിരീങ്ങളായ സമ്പന്നന്മാരുടെ രൂപവേഷത്തിലാണ് അവരെ കാണുക. ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിനെ ആദരിക്കുന്ന ചടങ്ങിലൊക്കെ എമ്പോഴും മശായിഖന്മാർ, തരീഖത്തിന്റെ ഷെയ്ഖുമാർ വരുന്നുണ്ട്. ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു അവരുടെയൊക്കെ വേഷം കണ്ടാൽ ഫീ സൂറത്തി അഗ്നിയാ മുതകബ്ബിരീൻ ഫജമഅ അല്ലാഹു തബാറക വതആല ലഹും ബൈന ഖൈറൈ ദുനിയാ വൽ ആഖിറ, അല്ലാഹു ദുനിയാവ് അവർക്ക് വേണ്ടുവോളം കൊടുത്തു, ആഖിറവും കൊടുത്തു. അതിന് നമ്മൾ അസൂയപ്പെടേണ്ട കാര്യമില്ല. ഇങ്ങനെ ദുനിയാവിൽ ഏറ്റവും മുന്തിയ വസ്ത്രം, പരിഷ്കൃത വസ്ത്രം ശരീഅത്ത് അനുവദിച്ചതെല്ലാമാകാം ധരിച്ചുകൊണ്ട് സമ്പന്നതയുടെ മടിത്തട്ട് ജീവിച്ച മശായിഖന്മാർ ആരൊക്കെയാണെന്നറിയുമോ? മിൻഹും സയ്യിദി അശ്ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലി റളിയല്ലാഹു തആല അൻഹു വഅർളാഹ്. ഇമാം ഷാറാനി തങ്ങൾ പറയാണ്, ആ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടിറക്കുന്നവരല്ലേ നമ്മൾ. പിന്നെ ഒരു പരിഷ്കാരവും വേഷം നന്നായതിന്റെ പേരിൽ, കാറ് നന്നായതിന്റെ പേരിൽ, ഗാർഡൻ ഉള്ളതിന്റെ പേരിലൊക്കെ കള്ളശൈഖാണെന്ന് പറയാൻ നിൽക്കണോ? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സമ്പത്ത് കൂട്ടിയിടാൻ, സ്വർണം കൂട്ടിയിടാൻ ഗോഡൌണുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും മികവുറ്റ രീതി സ്വീകരിച്ച കാരണത്താൽ ആ കാലഘട്ടത്തിലെ ഉലമായിൽപ്പെട്ട ചിലര് അദ്ദേഹത്തെ വിമർശിച്ചിരുന്നു എന്ന് ഷാറാനി ഇമാം വേറെ സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ കൂട്ടത്തിൽ പഠിക്കുന്നത് നല്ലതാണ്. ഒരു വേഷത്തിലോ കുപ്പായോ കാറോ കണ്ടിട്ടല്ല ഒരു ഷെയ്ഖിനെ കുറ്റം പറയേണ്ടത്. എന്നിട്ട് ഒരാൾ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലി, വമിൻഹും സയ്യിദി അലി ഇബ്നു വഫാ റളിയല്ലാഹു തആല അൻഹു വഅർളാഹ്, വമിൻഹും സയ്യിദി മദിയൻ റളിയല്ലാഹു അൻഹു, വമിൻഹും അവരിൽപ്പെട്ട ആളാണ്, അതായത് അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ ഉന്നതന്മാരായ ആളുകൾ. ഫീ സൂറത്തി അവനിയാ മുതകബ്ബിരീൻ, വേഷത്തിലും പ്രതാപത്തിലും വലിയ ആൾക്കാരാണ്. അവരിൽപ്പെട്ട ആളാണ് സയ്യിദി അബുൽ ഹസനിൽ ബക്രി റളിയല്ലാഹു തആല അൻഹു. ഇത് അൽ മിനനുൽ കുബ്ര ഇമാം അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു എഴുതിയതാണ്. വമിൻഹും, ആ കൂട്ടത്തിൽപ്പെട്ട ആൾ പിന്നെയും പറയുന്നു, സയ്യിദി അബുൽ ഹസനിൽ ബക്രി റളിയല്ലാഹു തആല അൻഹു വവലദുഹു, അദ്ദേഹത്തിന്റെ മകൻ സയ്യിദി മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. ഈ മുഹമ്മദ് ആരാണ്? സയ്യിദി മുഹമ്മദ് ബക്രി റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞില്ലേ? ആരാ പറയോ? ഇമാം ഷാറാനി വഫാത്തായത് ഹിജ്റ 973 മുഹമ്മദ് ബക്രി വഫാത്തായത് 994. അപ്പൊ പേരോട് കണ്ടുപിടിച്ചാൽ എന്താണെന്നറിയോ? ഇതൊക്കെ വഫാത്തിന്റെ ശേഷം വേറെ ഒരു കൂട്ടിക്കൊടുത്താണ് കബളിപ്പിക്കാൻ വേണ്ടി കളിക്കുന്നുണ്ട്. അതെവിടെയാ കളിക്കുന്നതെന്നറിയോ? അതാ തമാശ, വലിയ തമാശ. എന്താണ്? കിതാബുകളിൽ തന്നെ അവരവരെ പറ്റി റളിയല്ലാഹു അൻഹു എഴുതി കാട്ടിത്തരണോ?
എന്ത് കബളിപ്പിക്കലാ? എന്തുകൊണ്ട്? അവനവനെ പറ്റി റളിയല്ലാഹു എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല എന്ന വിവാദം ഇവിടെ ഇല്ല, അത് ഞാൻ ഉദ്ധരിച്ചിട്ടില്ല. എന്നാൽ അവനവനെ പറ്റി ഇമാമികൾ റളിയല്ലാഹു എന്ന് എഴുതിയത് എപ്പോഴാ? ഇതാ തബഖാത്തുകളുടെ ഏത് കിതാബിലും 100,000 കിതാബിലും കാണാൻ കഴിയും. കിതാബിന്റെ തുടക്കത്തിൽ നാസിഖോ അല്ലെങ്കിൽ കാത്തിബോ ഇന്ന ആളെ കിതാബാണെന്ന് പറയാൻ അൽ ആലിമുൽ അല്ലാമൽ മുദഖ്ഖിഖുൽ മുഹഖ്ഖിഖു എന്ന് പറഞ്ഞുകൊണ്ട് ആ മുസന്നിഫിന്റെ പേര് ഇത് റളിയല്ലാഹു അൻഹു. അത് ജീവിത കാലഘട്ടത്തിൽ പകർത്തിയതാണോ അല്ല എന്നുള്ളത് എനിക്കറിയില്ല. അതല്ല ഞാൻ തെളിവുദ്ധരിച്ചത്. ഇപ്പൊ ഞാൻ തെളിവുദ്ധരിച്ചത് ജീവിത കാലഘട്ടത്തിലുള്ള മശായിഖന്മാർക്ക് ജീവിച്ചിരിക്കുന്ന മറ്റു മശായിഖന്മാർ റളിയല്ലാഹു അൻഹു എന്ന് കിതാബിൽ എഴുതിയിട്ടുണ്ടെന്നാ. അല്ല, കിതാബിന്റെ ആമുഖത്തിൽ എഴുതിയതല്ല. കക്കാട് അള്ളാഹു തൗഫീഖ് ചെയ്തിട്ട് അത്തരം മണ്ടത്തരം പറയേണ്ടടുത്ത് എത്തിയിട്ടില്ല. എന്നിട്ട് ഇത് കബളിപ്പിക്കാൻ വേണ്ടി പറയാം. ഞാൻ പറഞ്ഞ വാചകം ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ. ഇതെന്താ എഴുതിയത്? ജീവിച്ചിരിക്കുന്ന ശൈഖിന് അദ്ദേഹം ഇടയ്ക്കിടെ റളിയല്ലാഹു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ കിതാബിൽ എഴുതി കാണുന്നത് അയാൾ മനസ്സിലാക്കിയത് അബ്ദുൽ വഹാബ് ഷെറാനി പറഞ്ഞതാണ്. എന്നാൽ ഞാൻ ഈ കക്കാട് പൈസയെ ഇവിടെ വെച്ച് വിചാരണ ചെയ്യുന്നു. ഇവിടെ വിവാദം ആർക്കുണ്ട്? ഇനി അങ്ങനെ വാദിച്ചാൽ തന്നെ ഇത് ഷാറാനി ഇമാം എഴുതിയതല്ല, വേറെ ഉള്ളവർ പിൽക്കാലത്തോ വേറെ ഏതോ കാലത്തോ എഴുതിയതാണ്. അതിവിടെ വിവാദം ഇല്ലല്ലോ. ഇവിടെ ഷാറാനി ഇമാം അദ്ദേഹത്തിന്റെ കിതാബിനകത്ത് കിതാബിന്റെ നെസ്സിന്റെ ഭാഗമായി അക്കാലത്ത് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖിന്റെ പേരിൽ വലിയന്റെ പേര് റളിയല്ലാഹു അൻഹു എന്ന് എഴുതിയത് ഞാൻ കാണിച്ചു. അങ്ങനെ ഏത് കിതാബിലും നമുക്ക് ഇനിയും നോക്കി കാണാൻ കഴിയും. അതിന് കിതാബിന്റെ തുടക്കത്തിൽ റളിയല്ലാഹു അൻഹു എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കാൻ പേരോടെ വൈജ്ഞാനികമായി കുറച്ചൊരു അഭിമാനം വേണം മനുഷ്യന്. തോറ്റിണെങ്കിൽ തോറ്റെന്ന് പറഞ്ഞാൽ പോരെ. ഇത് സാധാരണക്കാർ കേൾക്കുമ്പോൾ വിചാരിച്ചും കക്കാടിന് അബദ്ധം പറ്റിയോ? എന്താ അബദ്ധം? ഞാൻ കിതാബ് കാണിച്ചു, ഇനി വേറെയും കിതാബ് കാണിച്ചു തരാം. ഇനി പറയാൻ പറ്റൂല, എഴുതാൻ പറ്റുന്ന പറഞ്ഞത് കാണിച്ചു തരണോ? പറഞ്ഞത് കാണിച്ചു തരണോ? പറയാൻ പറ്റും, എഴുതാൻ. അങ്ങനെ ഒരു കബളിപ്പിക്കൽ കളിക്കുന്നുണ്ട്. പക്ഷെ അത് കബളിപ്പിക്കലാണ്. അങ്ങനെ പേരോട് പറഞ്ഞിട്ടില്ലെങ്കിലും അത് വരുത്തി തീർക്കുന്ന രൂപത്തിൽ പറഞ്ഞത് പിടിച്ചു വന്ന ഔലിയാക്കളെ കിതാബിലൊക്കെ ഉണ്ട്. അൽ ഇബ്രീസ് അബ്ദുൽ അസീസ് ദബ്ബാവ്, തെറ്റണ്ട. അൽ ഇബ്രീസ് മിൻ കലാമി സയ്യിദി അബ്ദുൽ അസീസ് ദബ്ബാവ് അൽ ഹാഫിദ് അഹ്മദ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലത്ത് അക്കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ശൈഖുമായി അദ്ദേഹം ബന്ധപ്പെട്ടതിന്റെ കഥ പറയുകയാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, വഖദ് വഖഅലി ബഅദി അകാബിരിൽ ഫുഖഹാഇ മിൻ അശ്യാഖിനാ റളിയല്ലാഹു അൻഹു. അവിടെയും റളിയല്ലാഹു അൻഹു. അത് പിന്നെ അദ്ദേഹം വഫാത്തായതിനു ശേഷം ഈ കിതാബ് എഴുതിയതെന്ന് പറയാൻ നിൽക്കണ്ട. അതല്ല എന്റെ തെളിവ്. നോക്കിക്കോ, ഈ കാലഘട്ടത്തിൽ ഒരു ഷെയ്ഖുണ്ട്, അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു. അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ അദ്ദേഹത്തോട് പലതും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, അലൈസ ഹാദാ മിൻകും റളിയല്ലാഹു അൻകും. കിതാബിൽ ബിരീസ് ഷെയ്ഖിന്റെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹം സയ്യിദി അബ്ദുൽ അസീസ് ദബ്ബാവ് റളിയല്ലാഹു അൻഹുവിനെ തുടക്കത്തിൽ അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ആളായിരുന്നു. ആ വിഷയത്തിൽ അദ്ദേഹത്തോട് സംസാരിച്ചതാണ്. അദ്ദേഹത്തോട് പറയാണ്, അലൈസ ഹാദാ മിൻകും റളിയല്ലാഹു അൻകും. ഇത് പകർത്തിയതാ. വേറുള്ളവര് പകർത്തുകയാണെങ്കിൽ റളിയല്ലാഹു അൻഹു എന്നല്ലേ എഴുതല്? റളിയല്ലാഹു അൻകും. എന്താണ് പേരോട് ഈ പറയുന്നത്? ഞാൻ വീണ്ടും പറയുന്നു, ഇങ്ങനെ കബളിപ്പിക്കാൻ പുറപ്പെട്ടാൽ കാഫറാക്കാനൊന്നും ഒരു പണിയില്ല. ഇങ്ങനെ ആട് ശ്രമം നടക്കുകയാണെങ്കിൽ എന്തൊക്കെ എഴുതിക്കൂടെ? ഇവിടെ നല്ല കേട്ടോ, ഇങ്ങനെങ്കിൽ തടിക്ക് സുഖമായിരുന്നു. ഇനി അല്ലെങ്കിൽ തന്നെ റളിയല്ലാഹു അൻഹു എന്ന് കക്കാട് തന്റെ ശൈഖിനെ പറ്റിയോ അതുപോലത്തെ മഹാന്മാരെ പറ്റിയോ പറഞ്ഞാൽ എന്ത് ചെയ്താണ് അള്ളാന്റെ ദീനിന് വരാനുള്ളത്? പിന്നെ ദീനെ കിടന്നിട്ട് മണിക്കൂർ കളിയ മനുഷ്യൻ. ഇപ്പൊ ഞാൻ സമയം എടുക്കേണ്ടി വന്നതുകൊണ്ടാ. അപ്പൊ നിഷ്പക്ഷവാദികൾ മനസ്സിലാക്കുക, കിതാബിന്റെ തുടക്കത്തിൽ റളിയല്ലാഹു അൻഹു എന്ന് പകർത്തിയവർ എഴുതിയതിനെ പറ്റി അല്ല കക്കാട് പറയുന്നത്, കിതാബുകളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പൊ റളിയല്ലാഹു അൻഹു പറയലല്ല എഴുതലല്ല, രണ്ട് കാര്യവും ജീവിച്ചിരിക്കുന്നവരെ പറ്റി ഉണ്ടായിട്ടുണ്ട്. ഇയാൾ മരിച്ചു എന്ന് അറിയാൻ പറ്റുമോ? അലൈസ ഹാദാ മിൻകും റളിയല്ലാഹു അൻകും. ഇനി അച്ചടിപ്പശ കാണുന്നു പറഞ്ഞ നാളെ ഞാൻ അയാളോട് ചോദിക്കുന്നു, അബ്ദുൽ വഹാബ് ഷെറാനിയുടെ കിതാബ് മറിക്കാൻ തയ്യാറുണ്ടോ? അബ്ദുൽ വഹാബ് ഷെറാനിന്റെ കിതാബിൽ അബ്ദുൽ വഹാബ് ഷെറാനിന്റെ പേരെഴുതിയ സ്ഥലത്തും റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ. അബ്ദുൽ വഹാബ് ഷെറാനിന്റെ പേരെഴുതിയ സ്ഥലത്തും എത്ര സ്ഥലത്തുണ്ട് അബ്ദുൽ വഹാബ് ഷെറാനിന്റെ പേര് പറഞ്ഞ സ്ഥലത്തും റളിയല്ലാഹു അൻഹു? അതിന്റെ മറുപടി എങ്ങനെയാ വന്നതെന്നുള്ള ഇൻഷാ അല്ലാഹ് പിന്നെ വിശദീകരിച്ചു കേട്ടോളെ. قال المؤلف الشيخ الإمام اللامل الكامل الراسخ المحقق المدقق أحد ملوك العارفين بالله تعالى سيدي عبد الوهاب بن أحمد بن علي شهراب الأنصاري رضي الله تعالى عنه. അപ്പൊ മൂപ്പരെ പേര് പറഞ്ഞ സ്ഥലത്ത് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ. എന്നാ നാളെ മുതൽക്ക് കക്കാട് ഒരു കാര്യം ചെയ്യാം. കക്കാടിന്റെ സ്വന്തം പേര് പറയുമ്പോ അന മിസ്റ്റർ കക്കാട് റളിയല്ലാഹു അൻഹു, അന മിസ്റ്റർ കക്കാട് റളിയല്ലാഹു അൻഹു എന്ന് പറയാം. എന്നിട്ട് കിതാബ് ഉദ്ധരിക്കുകയും ചെയ്യണം കക്കാട്.